രാം നാരായൺ രാം. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ നിരവധി രാഷ്ട്രീയ കക്ഷികൾ വോട്ടിനായി ജനങ്ങളോട് അപേക്ഷിക്കുന്നു. അവർ വാഗ്ദാനം ചെയ്യുന്നു തങ്ങൾ വിജയിച്ചാൽ ജനങ്ങൾക്കായി പല കാര്യങ്ങളും ചെയ്യും എന്ന്. എന്നാൽ വിജയിച്ച ശേഷം അവർ തങ്ങളുടെ വാഗ്ദാനങ്ങൾ യാതൊന്നും പാലിക്കാറില്ല. ജനങ്ങൾ വോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയുടെ നേതാവിനെ അവർ അറിയുന്നുമില്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയുന്നുമില്ല. ആ നേതാവ് സമൂഹത്തിൽ എന്ത് നല്ലത് ചെയ്തിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ജനങ്ങൾ വോട്ട് നൽകി രാജാവാക്കിയവനാണ് പിന്നീട് അവരോട് ഗൗരവം ആഗ്രഹിക്കുന്നത്. മുമ്പ് ഒരു രാജാവായിരുന്നു, ഇന്ന് ഓരോ വീട്ടിലും രാജാവാണ്ട്. ഓരോ വീട്ടിലും ഒരു കള്ളനുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ നേതാവ് മുലായം സിംഗ് യാദവ് സമൂഹത്തിനായി യാതൊരു ഉറച്ച ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്തില്ല. പകരം ആളുകളെ ജാതിമതങ്ങളായി വിഭജിച്ചു. അതിനാൽ മുമ്പ് ഒരേ രാജാവുണ്ടായിരുന്നത് നല്ലതായിരുന്നു. ഇന്ന് ഓരോ വീട്ടിലും രാജാവുണ്ട്, ഓരോ വീട്ടിലും കള്ളനുമുണ്ട്. അതിനാൽ മനുഷ്യൻ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ദിവസം സൂര്യനും നശിക്കും, എന്നാൽ പുതിയൊരു സൂര്യൻ ഉദിച്ചുവരും. ഭൂമി നശിച്ചാൽ ഒരു ദിവസം പുതിയൊരു ഭൂമിയും വരും. മനുഷ്യൻ പ്രകൃതിയെ ആധാരമാക്കി ജീവിക്കണം. പ്രകൃതിയുടെ നയങ്ങൾ സ്വീകരിക്കണം. വെള്ളം, വായു, ആകാശം, ഭൂമി, സൂര്യൻ ഇവയ്ക്ക് എല്ലാവരോടും തുല്യമാണ്. ജാതിമത ഭേദമോ ഉയർന്നതും താഴ്ന്നതും എന്നത് ഇവയുടെ അളവല്ല. ഭൂമി എല്ലാവരെയും ഒരേപോലെ കാണുന്നു. എന്നാൽ മനുഷ്യൻ ഭൂമിയെ ദുരുപയോഗം ചെയ്യുന്നു. ഭൂമിയിൽ വീട് കെട്ടുന്നു, ഭൂമിയെ നശിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് നിക്ഷേപം ചെയ്തുള്ള കൽക്കരി എടുക്കപ്പെട്ട പ്രദേശം പുനരുജ്ജീവിപ്പിക്കുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? സർക്കാരും അത് ചെയ്യാറില്ല. സർക്കാരിലുമുള്ള പല നേതാക്കളും കള്ളന്മാരാണ്. അവർ ചാലുകൾ ഉണ്ടാക്കുന്നു, പക്ഷേ അവ നിറയ്ക്കാറില്ല. അതിൻ്റെ ഫലമായി പലപ്പോഴും കുട്ടികൾ അതിൽ വീഴുന്നു. ധ്യാനം ചെയ്യാത്ത മനുഷ്യൻ തൻ്റെ ആത്മാവിനെ തിരിച്ചറിയില്ല, സ്വന്തം ആത്മാർത്ഥതയെ ആരാധിക്കില്ല, മുതിർന്നവരോടും സ്നേഹിക്കില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ആദ്യം മരിക്കുക. കാരണം പ്രകൃതി ഒരാളെയും വിട്ടയക്കുന്നില്ല. ഭൂമിയിൽ മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു, പക്ഷേ ആ മനുഷ്യൻ വെറും വഴിയാകുന്നു. ജീവൻ എടുത്തുകൊള്ളുന്നത് ആകാശത്തിലേവനാണ്. ഭാവിയിൽ എല്ലാ ചെറിയ രാജ്യങ്ങളും ചേർന്ന് ഒരു ഏഷ്യൻ ബ്ലോക്ക് രൂപപ്പെടുത്തും. ആ ബ്ലോക്കിൻ്റെ നേതാവ് ഭാരതക്കാരനായിരിക്കും. ആ ബ്ലോക്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും. ഇന്ന് ഒരു വ്യക്തിക്ക് ചെറിയൊരു രോഗം പോലും വന്നാൽ അതിനെ വലിയതായി പറയുകയും അതുവഴി പണം പിഴിയുകയും ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ ജീവിതം ലളിതമായി ജീവിച്ചാൽ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ആവശ്യമില്ല. അതിനാൽ പ്രകൃതിയെ വിശ്വസിക്കൂ, മുതിർന്നവരെയും കുട്ടികളെയും സ്നേഹിക്കൂ, സ്വയം സ്നേഹിക്കൂ, വിവേകത്തെ അംഗീകരിക്കൂ. വിവേകമേയാണ് നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നത്. ഈ കാര്യങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെട്ടില്ലെങ്കിലുമെങ്കിലും ഓരോ വ്യക്തിയും തൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കണം. സ്വന്തം മക്കളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അവരെ ധ്യാനത്തിൻ്റെ പ്രാധാന്യം അറിയിക്കണം. സർക്കാർ പോലും ജനങ്ങളോട് ധ്യാനത്തിൻ്റെ പ്രാധാന്യം പങ്കുവെക്കണം. ദിവസവും 1 മണിക്കൂർ ധ്യാനം ചെയ്താൽ ശരീരത്തിൽ ഊർജം വന്നു ചേർക്കും, ശബ്ദ ഊർജവും ലഭിക്കും. ധ്യാനം ചെയ്യുന്നതിന് ഒരു പൈസയും വേണ്ട. അതിനായുള്ളത് ശ്രദ്ധ ആകാനുള്ള ശ്രമം മാത്രം. മനുഷ്യൻ്റെ ചിന്തകൾ യഥാർത്ഥത്തിൽ അവൻ്റെതല്ല. ചിന്ത എന്നത് വിവേകമാണ്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിവേകം അതിനെ നിരാകരിക്കുകയില്ലെങ്കിൽ അത് ചെയ്തു തീരണം. ഭൂമിയിൽ പ്രകൃതിനിഷ്ഠമായ ഒരു ഭരണഘടന വരണം. അപ്പോൾ പുതിയൊരു ദേശം, പുതിയൊരു ചിന്തയും പുതിയൊരു മനുഷ്യനുമാകും ഉദിക്കുക.
അതിനാൽ രാം നാരായൺ രാം എന്ന ജപം തുടർക്കൂ. അതിനാൽ നിങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും.